ദേവി അമ്മേ, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അവിടുന്ന് എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നു, എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. അവിടത്തേക്ക് അറിയാമല്ലോ, ഞങ്ങൾ ഒരുമിച്ചിട്ട് ഈ ചിങ്ങം 16 വരുമ്പോഴത്തേക്കും 10 വർഷമാവാൻ പോവുകയാണ്. ഇതുവരെ എനിക്കൊരു അമ്മയാവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. കയറാത്ത ആശുപത്രികളില്ല, നേരാത്ത വഴിപാടുകളില്ല. എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. എന്നും രാവിലെ ഇങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സുഖമാണ്, അല്ലേ അല്ലേ ഗീതേ? ഈ ഗ്രാമത്തിൽ ഇത്രയും നല്ലൊരു ക്ഷേത്രം വേറെ ഉണ്ടെന്ന് സംശയമാണ്. അതെ അതെ, അത് ശരിയാണ്. എന്നും രാവിലെ വീട്ടിൽ നിന്ന് നടന്നു വരികയും ചെയ്യാം, മനസ്സമാധാനമായി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് സത്യമാണ്, നല്ല കാര്യമാണ്. അടുത്ത ആഴ്ച ആദ്യമായി എൻ്റെ മകൾ സൗദിയിലേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് രാവിലെ കണ്ടില്ലല്ലോ. ഇന്ന് ജോലി സംബന്ധമായിട്ട് രാവിലെ എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു അവൾക്ക്. അവളെ ബസ് കയറ്റിയിട്ട് ഞാൻ വന്നതാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൾ എത്തും കേട്ടോ. ചിരിക്കുള്ളിൽ വിഷാദം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടല്ലോ. അങ്ങ് ആരാണ്? ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. കുട്ടി എന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ നല്ല ഐശ്വര്യം തോന്നി. പക്ഷേ അതിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വേദനയുടെ കാരണം ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് മനസ്സിലായില്ല. കുട്ടി വരൂ, താങ്കൾ പൊയ്ക്കോളൂ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. പക്ഷേ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള അനുഗ്രഹം ഈശ്വരനായിട്ട് തന്നില്ല. കേരളത്തിലെ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി, പ്രമുഖരായ പല ഡോക്ടേഴ്സിനെയും കണ്ടു. ആ വഴിയിൽ ധാരാളം പണം ചെലവഴിച്ചു എന്നതൊഴിച്ചാൽ ഫലം തദൈവ. എന്താ ശരിയല്ലേ കുട്ടി? അങ്ങ് ശരിക്കും ഒരു ജ്ഞാനിയാണ്. എനിക്കൊരു പരിഹാരം നിർദ്ദേശിച്ചു തരാമോ? കുട്ടി പേടിക്കണ്ട. അടുത്ത വർഷം കല്യാണ വാർഷികത്തിന് ഒരു 10-25 പേരെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൂ. എല്ലാം ശരിയാവും. പിന്നെ തിരിച്ചു നൽകാൻ ഒന്നും കഴിവില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ഥലത്ത് വല്ല അനാഥശാലകളും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം അന്നേ ദിവസം കൊടുത്തേക്കൂ. ഒക്കെ ശരിയാവും. എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കും. അടുത്ത കല്യാണ വാർഷികത്തിൻ്റെ അന്ന് സ്വന്തം കുട്ടിയെ കൊണ്ട് മോൾ ഇവിടെ തൊഴാൻ വരും. എല്ലാം ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാവും. സ്വാമി, അവിടുന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ? ഇല്ല കുട്ടി, നാം എല്ലാവരും ചില കടമകൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ. എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒട്ടേറെ ജനങ്ങളുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോകട്ടെ കുട്ടി. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കുട്ടിയെ ഈശ്വരൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എന്താ ഇത് കോലം? വലിയ തിരക്കുള്ള ആളാ. ആ വണ്ടിയുടെ കോല ഒന്ന് കിഴിവും കൂടി ഇന്ന പറയുന്നത് കേട്ടാലോ. അയാളെപ്പോലെ ഒരാളില്ല. ഈ നീച്ചോ എന്ന് ദൈവത്തിനെ അറിയുള്ളൂ.
ഒന്ന് പോയി നോക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ദേവേട്ടൻ്റെ വീട്ടിലാണ്. ഞാൻ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ചെറിയൊരു കാര്യമുണ്ട്. ഒന്ന് ദേവേട്ടനെ കണ്ടാലേ കാര്യം നടക്കുള്ളൂ. ഞാൻ ഒന്ന് പോയിട്ട് കേട്ടോ. പുള്ളിക്കാരൻ നീച്ചോന്ന് പറയും. ലേശം പൈസ ടൈറ്റുണ്ട്. അത് ചിലപ്പോൾ നല്ല സ്വഭാവമാണെങ്കിൽ കിട്ടും. നോക്കട്ടെ. ചെറിയൊരു തിരിമറി. ചിലപ്പോൾ ഊട്ടി അല്ലെങ്കിൽ ഒരു ചട്ടി. അല്ലെങ്കിൽ വേണ്ട, ഇനി ബെല്ലടിച്ചൊരു ശല്യപ്പെടുത്തണ്ട. ഒന്ന് വിളിച്ചു നോക്കാം, തട്ടി നോക്കി നോക്കാം. അതാ നല്ലത്. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടോ, ഇയാള് നീച്ചില്ലേ? ദേവേട്ടാ, ഗീത ചേച്ചി, ഗീത ചേച്ചി, ദേവേട്ടാ, വാതിലെന്താ തുറന്നു കിടക്കുകയാണല്ലോ. ഒരു ലൈറ്റും കൂടിയും ഓഫ് ചെയ്തിട്ടില്ല കിടക്കുന്ന സമയത്ത്. ദേവേട്ടാ, ദേവേട്ടാ, രമേശനോ? ആ, നമുക്ക് ചായ കുടിച്ചാലോ? ചോദിക്കാനുണ്ടോ ദേവേട്ടാ? വിശന്നിട്ട് അന്തല്ല. ഓ, ഗീത ചേച്ചി ഇപ്പോ രാവിലെ അമ്പലത്തിൽ പോയി കാണും. ഇന്ന് പണിക്കൊന്നും പോണില്ലേടാ? എന്തിന് ദേവേട്ടാ? ഇന്നത്തെ കാലത്തെ ആരെങ്കിലും പണിക്ക് പോകും? അതൊരു അന്തസ്സിന് ചേർന്ന പണിയാണോ ദേവേട്ടാ? ഈ സാമ്പാറിൽ കണ്ടമാനം കടുകാണല്ലോ. ആ ഗീത ചേച്ചി അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഒരു 2 എണ്ണാണ്ട് കൊടുക്കണം. ഇത് എന്ത് സാമ്പാറാ? ഇത്രയും കടുക് പാടും? എല്ലാത്തിനും ധൃതിയാ. ഇതൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ അങ്ങനെ കിടുകിട്ടേനെ പറിക്കും. എമ്മാരി പറ. ഇതൊന്നും ദേവേട്ടന് പോരാത്തോണ്ടാ. പിന്നെ ഫോൺ അടിക്കുന്നു. ഓ, വീട്ടിൽ നിന്നാലോ? ഹലോ, ആ പറയൂ. എടി മുത്ത, ഞാൻ 8 മണി മുതൽ ഈ കവരയിൽ നിൽക്കാൻ തുടങ്ങിയതാ. ഇതുവരെയായിട്ട് ഒരാൾ പോലും പണിക്ക് വിളിച്ചിട്ടില്ല. എല്ലാവർക്കും ഇപ്പം ഭായിമാരെ വേണ്ടുള്ളൂ, മലയാളീസിനെ വേണ്ട. എന്താ ചെയ്യുക? കറി വെക്കാനൊന്നുമില്ലല്ലോ. ആ, ഒരു പച്ചക്കറിക്കാരൻ്റെ വണ്ടി വരുന്നുണ്ട്. ഒരു തമിഴൻ്റെ വണ്ടിയാണെന്നാ തോന്നുന്നു. പച്ചക്കറി വേണോ? പച്ചക്കറി എടി, നീ കേക്കുന്നില്ലേ ഈ സൗണ്ട്? ബീട്രൂട്ട്, ക്യാരറ്റ്, തോരൻ. എടി, ഈ സൗണ്ട് കേക്കുന്നില്ലേ? എന്താ വേണ്ടത് നിനക്ക്? പച്ചക്കറി വേണോ? അല്ലെങ്കിലേ ഇത് വേണ്ട. ഇതൊരു തമിഴനാ. ഈ തമിഴന്മാരിൽ നിന്ന് ആരെങ്കിലും നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമോ? ഒക്കെ തട്ടിപ്പാ. എന്ത് പച്ചക്കറി? അയ്യോ, എൻ്റെ തമ്പുരാൻ എവിടെയൊക്കെ ജനിച്ചത് തന്നെ തെറിയില്ലെന്നാ തോന്നുന്നു. കിട്ടിയില്ലേ ആവശ്യത്തിന്? കഴിച്ചോ 2 ഓളം കഴിച്ചതാ. വയറ് നിറഞ്ഞാണെന്ന് പരാതി വേണ്ട. കഴിച്ചോ. സാമ്പാർ ഞാൻ ഒഴിച്ചു തരാം. അല്ല, ഇതിന്റെ കടുകിന്റെ കാര്യം പറയണത്. കുറച്ച് കൂടുതൽ ഒഴിച്ചു തരാം. കുറച്ചുകൂടി ഒഴിച്ചു. അല്ല, ഇത് കഴിയട്ടെ. കഴിച്ചോ. ചായ വേണോ? ചായ ചൂടുണ്ട് കേട്ടോ. കുറച്ച് പതുക്കെ കുടിച്ചാൽ. ഇത് പശുമ്പാലല്ല അല്ലേ? ഇത് പശുമ്പാല് തന്നെയാണ്. ഇതിപ്പോ ചില സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോഴേ അങ്ങനെ തോന്നുന്നു. കഴിച്ചോ. അല്ല, ഇത് ഇന്നലത്തെ പാലാണോ? ഇന്ന് രാവിലെ കടന്നെടുത്ത പാലാണ്. നീ ധൈര്യമായിട്ട് കഴിച്ചു. മിൽമയിൽ നിന്ന് രാവിലെ കടന്നെടുത്ത പാല്. ഞാനൊക്കെ നല്ല പാല്. ആ, ശരി. നമ്മള് പാരമ്പര്യമായിട്ട് നല്ല ക്ഷീര കർഷകരല്ലേ? അല്ല, നമുക്ക് രമേശ കഴിച്ചു. ആരിത്? രമേശനോ? വന്നിട്ട് ഒത്തിരി നേരമായോ? ആ, വന്നപ്പോഴേ തുടങ്ങി. ദോശയും ചട്നിയും സാമ്പാറും അടിപൊളിയായിരിക്കണം. നല്ല രുചി. ഇവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നോ? എന്നും പണിക്ക് പോകാതെ കഴിയാനും എന്നും ഇങ്ങനെ ഹോസ്റ്റൽ അടിക്കാനേ. ഈ ദേവേട്ടന്റെ ഒരു തമാശ. അപ്പൊ 2 പേരും വർത്താനം പറഞ്ഞിരിക്കും. എനിക്കിനി ഒന്നേന്ന് തുടങ്ങണം. ദേവേട്ടാ, ഇന്നൊരു അത്ഭുതമുണ്ടായി.
എന്താ ഈശ്വരൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടോ? ഈശ്വരനായിട്ട് തന്നെ ഒരു സന്യാസി ഇന്ന് എന്റെ മുമ്പിൽ വന്നിരുന്നു. അദ്ദേഹം എന്റെ കാര്യങ്ങളൊക്കെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ അറിയുന്നവരാരും ആയിരിക്കും. ഏയ് അല്ല, ഞാൻ ആദ്യമായിട്ട് കാണാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? നമ്മുടെ ഈ വരുന്ന കല്യാണ വാർഷികത്തിന് കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അടുത്ത വർഷം ആവുമ്പോഴത്തേനും നമുക്കൊരു അതിഥി വരുമെന്നും കൂടി പറഞ്ഞു. ലീതജിയെ, എന്റെ ഭക്ഷണം തട്ടിപ്പറക്കാൻ വരുന്ന ആ അതിഥി ആരായിരിക്കും? നിനക്ക് ആ സ്വാമിയെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ വരുന്നില്ലേ? ഞാൻ ക്ഷണിച്ചതാണ്, തിരക്കാണെന്ന് പറഞ്ഞ സ്വാമി പോയി. ദേവട്ടാ, ആ ഒന്നും ആലോചിക്കല്ല. സദ്യവട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ നാളെ 10 മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ എത്താം. എനിക്ക് പോയിട്ട് ലേശം അർജന്റ് അപ്പോൾ നീതച്ചേ, സദ്ര കാര്യം ഞാൻ ഏറ്റു. ഒന്നിനും വിഷമിക്കണ്ട. കയ്യിന് കഴിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, മോശല്ലേ? എന്നാ ശരി, കൈയിട്ട് പോയിക്കോളൂ. ആ, ഒപ്പം ഭാര്യയോട് കള്ളം പറയാനോ അല്ലേ രമേശ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്റെ ഏട്ടാ. ഇവരുടെ ജീവിതം കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. ഇത്ര വർഷമായിട്ട് ഇവര് തമ്മിലൊരു പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ഇവരുടെ ജീവിതത്തില് ഞാനൊരു കട്ടുറുമ്പായി. എങ്ങനെയെങ്കിലും ഇവരൊന്ന് അടുപ്പിക്കണം. ആ ജോമോന്റെ കടയിൽ പോയാ ഇതിന് എന്തെങ്കിലും ഒരു കുറ്റുബുദ്ധി തോന്നാതിരിക്കില്ല. അയ്യോ, എൻ്റെ ചെരുപ്പ്. മനുഷ്യന് പ്രാന്തായി. ഇതെന്താ കാണുന്നത്? ആ ചേച്ചി രാവിലെ 4 മണിക്ക് നീച്ച് വണ്ടിയും കഴുകി ഡോർ നടക്കില്ല. എത്തിയ ചങ്ങാതിക്കൂട്ടം, ഒരു മിനിറ്റ്. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ ചങ്ങാതിമാരാ. എനിക്ക് കുറച്ച് ദിവസമായിട്ടേ ഉറക്കം തീരെ കിട്ടുന്നില്ല. നീ അതിന് പകല് മുഴുവൻ കിടന്നുറങ്ങിയ രാത്രി എങ്ങനെ ഉറക്കം കിട്ടുക? അതിന് ഞങ്ങളെ പോലെ അധ്വാനിക്കാൻ പഠിക്കും. നീ കാര്യം പറയടാ. നിന്റെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയാ ദേവൻ. പക്ഷേ അവന് ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് തെറ്റിക്കണം. ഒരടി കൂടിയാലും വേണ്ടില്ല. എടാ രമേശ, നിനക്കെന്നും ഭക്ഷണം തരുന്ന വീടല്ലേടാ അത്? മാത്രമല്ല ഏത് സമയത്തും സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലുകയും ചെയ്യാം. ഒരു ചെറിയ തെറ്റിദ്ധാരണ കൊണ്ട് ഒരു കുടുംബം തീർക്കുന്നത് ശരിയാണോടാ? ആട്ടെ, ഇതിൽ നിനക്കെന്താണ് ലാഭം? നല്ല അടിയുടെ കുറവ്, അല്ലാതെ എന്താ പറയാ. കസന്റെ മൂത്ത വെപ്പ് മുടി വെക്കാന്ന് വിചാരിക്കാം. അസൂയ മൂത്ത പിന്നെ എന്താ ചെയ്യാ? എനിക്കിപ്പോ അവരെ തമ്മിൽ അടുപ്പിക്കണം. അങ്ങനെയാണെങ്കിലേ ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്തത്? ഒരു കുടുംബത്തിന്റെ ഏറ്റവും ആവശ്യം എന്താ? പരസ്പര വിശ്വാസമല്ലേ? മനസ്സിലായില്ല. ഇവിടെ നമ്മൾ ദേവന്റെ വൈഫിന് ഒരു ബോയ് ഫ്രണ്ടിനെ സൃഷ്ടിക്കുന്നു. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? നടക്കും നടക്കും. നീ കാര്യം തെളിച്ചു പറയടാ. ഓൾഡ് സ്റ്റുഡൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അവളുടെ നമ്പർ തപ്പിയെടുത്ത് അവളെ വിളിക്കുന്ന അവളുടെ പഴയ ബോയ് ഫ്രണ്ട് ഇരിക്കുന്നു. നീ ഞാനോ? എങ്ങനെ? നാളെ രാവിലെ 10 മണിക്ക് അവളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഹലോ ഗീതേ, എന്നെ ഓർമ്മയുണ്ടോ? നിന്റെ പഴയ ബോയ് ഫ്രണ്ടാണ് ഞാൻ. സംശയത്തിന്റെ തീപ്പൊരി നമ്മൾ അവിടെ കൊളുത്തുന്നു. പിന്നെ അതങ്ങ് ആളി കത്തിക്കോളും. രണ്ടുപേരുടെ കൂടെ കൂടിയിട്ടേ ഞാൻ അതൊന്ന് കൊഴിപ്പിക്കും രമേശൻ. എന്നെ കൊണ്ടൊന്നും വയ്യ ഈ വൃത്തിയായിട്ട പണിക്ക്. വേറെ ആളെ വായിക്കാം. അങ്ങനെ പറയരുത്. ഒരു ദിവസമെങ്കിലും അവരെ തമ്മിൽ അടുപ്പിച്ചിട്ടേ ഞാൻ അതങ്ങ് സോൾവ് ആക്കാം. ലാസ്റ്റ് അവരെല്ലാരും കൂടി എന്നെ എടുത്തിട്ട് പൊറാട്ട അടിക്കുമ്പോൾ നിങ്ങൾ എല്ലാരും കൂടി എന്നെ രക്ഷിക്കാൻ വരണം. പേടിക്കണ്ട. നീയൊക്കെ എങ്ങനെയാടാ ഈ യുഗത്തിൽ ജനിച്ചത്? ശരി, സമ്മതിച്ചു. നാളെ രാവിലെ തന്നെ ഞാൻ ഗീതയെ വിളിക്കാം. പിന്നെ വേറൊരു കാര്യം, ആ സിം ഞാൻ വലിച്ചൂരി കളയും. അവനെങ്ങാനും വല്ല പോലീസിലും വിവരം അറിയിച്ചാൽ ഞാൻ വല്ല പുഴയിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. രാവിലെ 10 മണിക്ക് അവളെ വിളിച്ച് സംസാരിച്ച് സിം എടുത്ത് വലിച്ചെറിയുന്നു. എന്താ, സമ്മതിച്ചോ? ഇതിന്റെയൊക്കെ ചെലവ് രമേശ് നാളെ തന്നെ ചെയ്യണം.
സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. എൻ്റെ ഫോണ് ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. എന്നാൽ ശരി, നാളെ കാണാം. ഞാൻ ദേവേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഫോൺ എടുക്കട്ടെ. അല്ല, ചായയുടെ പൈസ തരാൻ മറന്നോ? ബാക്കിയുള്ള വിളിക്കുന്ന ഫോൺ തന്നെ മറന്നു. അതൊക്കെ പറ്റില്ല, എഴുതിക്കോ. ഹലോ, ഉള്ളിൽ ഇത്തിരി റേഞ്ച് കുറവാണ്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ലൗഡ് സ്പീക്കർ ഒന്ന് ഓൺ ആക്കട്ടെ. ഇനി പറയൂ, ആരാണ്? ഇനി പറയൂ, ആരാണ്? മനസ്സിലായില്ലല്ലോ. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ആ, ഇപ്പോൾ പിടികിട്ടി. എല്ലാവർക്കും തലവേദന ഉണ്ടാക്കിയ ശല്യക്കാരനായ സേതു, 10ാം ക്ലാസ്സിലെ. നിനക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടി? നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കല്ലേ. നമ്മുടെ 10ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. അതിൽ നിന്നാണ് നിൻ്റെ നമ്പർ ഞാൻ തപ്പിയെടുത്തത്. പിന്നെ ഞാൻ വിളിച്ച കാര്യം വളച്ചു കേട്ടില്ലാതെ അങ്ങോട്ട് പറയാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നീ എന്ത് പൊട്ടത്തരാടായി പറയുന്നത്? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോ സുഖമായിട്ട് ജീവിക്കാണ്. നിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 1 അല്ല 3 എണ്ണം. പക്ഷേ 3 പേട്ടകളായിരുന്നു. 3ാമത്തതിനെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മുകളിലോട്ട്. അയ്യോ, പേടിക്കണ്ട, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ എൻ്റെ മാർഗത്തിന് തടസ്സം നിൽക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. അത് നിന്റെ ഭർത്താവ് ദേവനാണെങ്കിലും നീ അവനെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളൊരു സാഡിസ്റ്റ് ആണ്. നിങ്ങളെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അത് പിന്നത്തെ കാര്യം. ലക്ഷ്യം നേടുന്നതിൽ മാർഗം എനിക്കൊരു തടസ്സമല്ല. നീ താമസിക്കുന്ന വീടും പരിസരവും എനിക്ക് നന്നായി അറിയാം. പിന്നൊരു കാര്യം, അതിബുദ്ധി കാണിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നിന്റെ ഭർത്താവിനോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞ് രക്ഷപ്പെടാമെന്നും വ്യാമോഹിക്കണ്ട. അങ്ങനെ വന്നാ നിങ്ങളെ രണ്ടിനെ ഇതിനുള്ളിട്ട് പൂട്ടി നിന്റെ ഈ വീട് ബോംബ് വെച്ച് തകർത്തിട്ടേ ഞാൻ പോകൂ. കരുതിയിരുന്നോളൂ. ഈ വരുന്ന സെപ്റ്റംബർ 10ാം തീയതി നിങ്ങളുടെ 10ാമത്തെ വിവാഹവാർഷികമല്ലേ? അന്ന് നാം പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. കരുതിയിരുന്നോളൂ. എൻ്റെ പേര് മറക്കണ്ട. സേതു മാധവൻ. വാടോ. ഇവനെ ആളൊരു പുലിയാ. ഇത്രയും പെട്ടെന്ന് പണി ഒപ്പിക്കാൻ കരുതില്ല. ഇവൻ്റെ ഒരു ചെലവ് ചെയ്യണം. വാക്ക് പറഞ്ഞതല്ലേ, ചെയ്തേ പറ്റൂ. അത് ഞാൻ ചെയ്യും. ഇതേ ഇതിലും വലിയ കൊട്ടേഷൻ ടീം വന്നു. അവരെ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഈ രമേശൻ. പിന്നെയാണോ ഈ ചീപ്പിളി? എൻ്റെ ഫോണേ അവിടെ മറന്നു വെച്ചിട്ടുണ്ടോ? ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാ. പിന്നെ ഈ ഫോൺ കോള് വന്ന കാര്യമൊന്നും തൽക്കാലം ദേവേട്ടൻ അറിയണ്ട. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ രമേശൻ ക്ലിയർ ആക്കി തരും. ചേച്ചി ഒന്ന് മിണ്ടാതെ ഇരുന്നാൽ മതി. ഞാൻ എൻ്റെ ഫോണുണ്ട് അവിടെ, അതൊന്ന് എടുക്കട്ടെ. നീ എന്നെ അറിയോ?
എല്ലാം മറന്നു കാണൂലേ? മക്കളെ കണ്ടും മാമ്പ് കൊണ്ടും കൊതിക്കരുതെന്ന് പണ്ടൊരു മഴഞ്ചൊല്ലുണ്ട്. അത് നീയൊക്കെ ഓർമ്മയുണ്ടോ മോളെ? ഞങ്ങൾ എന്ത് തെറ്റാ മോളെ ഞാൻ നിന്നോട് ചെയ്തത്? നിനക്ക് ഓർമ്മയുണ്ടോ മോളെ? നീ ഇവിടെ വന്നിട്ട് 2 വർഷമായി. എടി എൻ്റെ അനിച്ചത്തിക്കുട്ടി, നിന്നെ കാണാൻ കൊതിയായിട്ടാ. അവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമല്ലേ ഉള്ളൂ. നീ ഇവിടെ വരെ വന്ന് നമ്മുടെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാമോ? വയ്യാത്ത നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേടി. എന്താ ചെറിയമ്മേ, ഞങ്ങൾ പിണക്കമാണോ? അതോ ഞങ്ങൾ പണക്കാരല്ലാത്തോണ്ടാണോ? എന്താ ഇങ്ങോട്ടൊന്നും വരാത്തേ? മുത്തച്ഛന് വല്ലാത്ത സൂക്കേടാ, രാത്രി ഉറങ്ങൂല, ചെറിയമ്മേനെയും വിളിച്ചോണ്ട് കരയും. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ നമ്മുടെ മുത്തശ്ശി ഞാൻ സ്വപ്നം കണ്ടു. എന്നെ കൈകാട്ടി വിളിക്കുകയായിരുന്നു. കൂടെ വരുമോന്ന് ചോദിച്ചു. മുത്തശ്ശിനെ കാണാൻ വന്നതാണത്രേ. പാവം മുത്തശ്ശൻ. എല്ലാം എൻ്റെ തെറ്റാണ്. സ്നേഹിച്ച പുരുഷനൊപ്പം ഇറങ്ങി വരുമ്പോൾ സ്വന്തം കുടുംബ ബന്ധങ്ങൾ കൂടി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. സാരമില്ല മക്കളെ, ഇന്ന് എന്തായാലും ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അതിനെനിക്ക് അനുവാദമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോറുണ്ണാൻ എത്തിയിരിക്കും. 2 ദിവസം അവിടെ നിന്നിട്ടേ ഞാൻ വരുന്നുള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സന്തോഷമായി മോളെ. മരണം അടുക്കുമ്പം മരിച്ചവരെയൊക്കെ സ്വപ്നം കാണുമെന്ന് പറയാറുണ്ട്. ഞാനിപ്പോഴാണെങ്കിൽ മരിച്ചവരെ മാത്രമേ സ്വപ്നം കാണാറുള്ളൂ. വേഗം ആ മോളെ, നിന്നെ ഒന്ന് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാവല്ലോ മോളെ. രണ്ട് ചായ, അതിലൊന്ന് കട്ട്. ആ ഇപ്പം തരാം. ബേജാറാണ് അവിടെ ഇരിക്കും. കട്ടൻ ചായ കുടിച്ചു. കഴിക്കാൻ എന്താ മക്കളെ വേണ്ട? പാലപ്പം, നൂലപ്പം, വിട്ടുകുത്ത്, പൊറോട്ട, നെയ്യപ്പം, ദോശ, ഇഡ്ഡലി. ഒന്നും വേണ്ട. എവിടെയോ കണ്ട നല്ല പരിചയമുണ്ടല്ലോ. എനിക്കത്ര ഓർമ്മ കിട്ടുന്നില്ല. തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലായിരുന്നു, ഇപ്പം ലീവിലാ. സാറിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് താങ്കൾ അവിടെ വലിയ ഉദ്യോഗസ്ഥനാണെന്ന്. താങ്കൾക്ക് അവിടെ എന്താണ് പോസ്റ്റ്? സർക്കിൾ ഇൻസ്പെക്ടർ, മറ്റേ പോസ്റ്റ് എന്തെങ്കിലും ആണോ? എല്ലാ പോസ്റ്റും ഇയാളെന്തിനാ അറിയുന്നത്? അതിലും വലിയ പോസ്റ്റായിരുന്നു. ഒരാളെ കുത്തിക്കൊന്നതിൻ്റെ പേരിൽ 7 വർഷം അവിടുത്തെ ഗുണ്ടകളുടെ ഗുണ്ടയായി നേതാവായി നടക്കുകയായിരുന്നു. ഇനി എന്താ അറിയേണ്ടത്? ഒന്നും അറിയണ്ട, ഞാനങ്ങ് പോയിക്കോട്ടെ. എന്താ പേര്? പേര് കണ്ണൻ, അടിയത്ത് ഹൗസ്, കുട്ടളൂർ പോസ്റ്റ്, പാലക്കാട് ജില്ല. പിൻ നമ്പർ 678975. ഫോൺ നമ്പർ 9048219003. ഞാൻ പോയിക്കോട്ടെ സാറേ? പോയിക്കോളൂ. എന്നെയും കൂട്ടി 3 ചായ. 30 രൂപ. ഇതെവിടേക്കാ പെട്ടെന്നൊരു യാത്ര? ഞാൻ എൻ്റെ വീട്ടിൽ പോയി 2 ദിവസം നിന്നിട്ട് വരാം. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? മാത്രവുമല്ല, എനിക്കൊരു ചായ വയ്ക്കാൻ പോലും അറിയില്ലല്ലോ. നിങ്ങൾ ആണുങ്ങളുടെ വിചാരം എന്താ? ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണെന്നോ? 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അടുക്കള എവിടെയാണെന്നെങ്കിലും നിങ്ങൾക്ക് അറിയോ? കല്യാണം കഴിഞ്ഞത് മുതൽ ഈ വീട്ടിൽ കിടന്ന് വട്ടം തിരിയാണ് ഞാൻ. നിങ്ങൾക്കറിയോ, 2 വർഷമായി ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട്. ഇന്ന് എന്നെ വിളിച്ച് ഒത്തിരി കരഞ്ഞു. നിങ്ങൾ ആണുങ്ങൾ അഭിമാനം വെച്ച് അവിടെ ഇരുന്നോ? വിശപ്പുണ്ടേലേ ഒറ്റയ്ക്ക് വെച്ച് അങ്ങ് കഴിച്ചാൽ മതി. ഞാൻ പോവാണ്. ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന ദേവേട്ടാ? സാരില്ലടോ, അവൾ പോയി വരട്ടെ. നിനക്കറിയാമോ, കഴിഞ്ഞ 2 വർഷമായി ആഴ്ചയിലൊരിക്കൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനെ കാണാറുണ്ട്. അവളുടെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ ചിലവൊക്കെ ഞാനാ കൊടുക്കുന്നത്. പിന്നെ ഗീത പാവാടോ, സ്വന്തം ഭർത്താവിനെ ഒത്തിരി സ്നേഹിച്ചു കഴിയുന്ന ഒരു ഭാര്യ. അവരോട് ഞാനാ ഇങ്ങനെയൊക്കെ ഗീതയോട് പറയാൻ പറഞ്ഞത്. എൻ്റെ കൂടെ കയറി ചെല്ലുമ്പോൾ അവൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു തടസ്സം തോന്നും. ദേവേട്ടനെ ഓർത്ത്
എനിക്ക് അഭിമാനം കൊടുക്കുന്നു. ദേവേട്ട എനിക്ക് വിശക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും വഴിയുണ്ടോ? എനിക്കും. ഇനിയിപ്പോൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല. പക്ഷേ ഞാൻ വിളിച്ച വിളിപ്പുറത്ത് അയ്യപ്പനുണ്ട്. ഏതയ്യപ്പൻ? നീ എന്താ ദൈവങ്ങളെ കളിയാക്കാണോ? കളിയാക്കിയതൊന്നും അല്ല ദേവേട്ട, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അവനെ ഏറ്റവും വലിയ ഹോട്ടലിൽ വലിയ കുക്കാണ്. അവനെ വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവനോട് വിളിച്ചിട്ട് ഇതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ? എനിക്കൊരു ഐഡിയ ഉണ്ട്. കോഴിമുട്ടയുണ്ടേ ചെറിയൊരു പരിപാടി ഉണ്ട്. അത് നല്ല പരിചയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. എല്ലാം ഒരു പരീക്ഷണമല്ലേ? നീ എന്തുണ്ടാക്കിയാലും 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നുള്ളൂ. നീ കഴിച്ചിട്ട് റിസൾട്ട് വരണമല്ലോ. അങ്ങനെ ദേവട്ട എന്നെ കളിയാക്കണ്ട. നല്ല കൈപ്പുണ്യുള്ള കയ്യാ ഈ കൈ. ഞാൻ വെച്ച ഭക്ഷണം കഴിച്ചവരൊക്കെ നാക്കിൽ ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് വിട്ടിട്ടില്ല. ദേവട്ട ഇപ്പൊ ശരിയാക്കി തരാം. ഞാനേ അയ്യപ്പനൊന്ന് വിളിക്കട്ടെ. ഹലോ, അയ്യപ്പനല്ലേ? എനിക്കേ ഈ മുട്ട പൊരിക്കുന്നതൊന്നേ എനിക്കൊന്ന് പറഞ്ഞു തരാം. വളരെ ഈസി അല്ലേ? 3 മുട്ട എടുക്കോ, അതെടുത്ത് മിക്സിയിലടിക്കോ. മുട്ട കിട്ടി. നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് വൃത്തി നല്ല വേണം. വൃത്തിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ദേവേട്ടാ, ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ട് ഇവിടെ. അയ്യപ്പ, മുട്ട ഇട്ടു ഞാൻ മിക്സിയിലേ. മുട്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? 2 സ്പൂൺ പഞ്ചസാര ഇടും, 1 സ്പൂൺ ചായപ്പൊടി ഇടും, കുറച്ച് ഉപ്പിടും അതിലേക്ക്. അതിലേക്ക് വേണം. റെഡി അല്ലേ? രണ്ട് സ്പൂണ് പഞ്ചസാര. ഇട്ടല്ലോ. 2 സ്പൂണിന് ഇട്ടണം. 2 സ്പൂണ് ഉപ്പ് അല്ലേ? 1 സ്പൂണ് ചായപ്പൊടി. പിന്നെ പറയപ്പാ. 1 സ്പൂണ് ചായപ്പൊടി, 2 സ്പൂണ് സോഡാപ്പൊടി. അത് റെഡിയാണ് അയ്യപ്പാ. തീ ഓണാക്കണല്ലേ? പറ, അടിക്കണോ? നീ എത്ര മുട്ടയാണ് നീ എടുത്തത്? 3. അത് അടിച്ചെടുക്കോ. അതൊക്കെ റെഡിയാ. നീ പറഞ്ഞ അതേ അളവ് കറക്റ്റാ അയ്യപ്പ, കറക്റ്റാണ്. കുറച്ച് കുമ്പളങ്ങ മാത്രമേ ഇട്ടുള്ളൂ അതിലേക്ക്. ദേവേട്ടാ,
മുട്ട ഒരു സംഭവം തന്നെ. ഇന്നേ ഇത് മാത്രം മതി, വേറൊരു ഭക്ഷണേ വേണ്ട. ഇതൊന്നും കണ്ടിട്ടേ ദേവേട്ടൻ പഠിക്കാൻ നിൽക്കണ്ട. ഗീതേർത്തി വരുന്നവരെ ഉള്ള അടുക്കളപ്പണി ഞാൻ ഇത് മൊത്തം ചെയ്തോളാം. പകരേ പണിക്കൂലി തന്നാ മതി. ചീഞ്ചട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ. കുറച്ച് വെള്ളി അരിഞ്ഞിട്ടോളൂ, കുറച്ച് മുളകിട്ടോളൂ. കുറച്ച് അതായത് പൊരിച്ചെടുത്തോളൂ. പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതാ മേശപ്പുറത്ത് വെച്ചോളൂ. റെഡിയല്ലേ? അയ്യപ്പാ, നീ പറഞ്ഞ കൂട്ടും കാര്യങ്ങളും എപ്പോഴോ റെഡി. ശരി ശരി അയ്യപ്പാ, വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്. പിന്നെ തിരക്ക്, പിന്നെ വിളിച്ചോളാം. ശരി. ഓക്കെ. വേഗം ചെയ്യ്, ആളെ എടുക്കും. കഴിഞ്ഞില്ലേ? റെഡിയായില്ലേ? ദേവേട്ടാ, ഇതൊന്നും കണ്ട് കൊതിയപ്പെടണ്ട. ഞാനൊന്ന് ആദ്യം കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ദേവേട്ടന് കഴിച്ചാൽ മതി. ഒന്ന് പുറത്തേക്കിറങ്ങാനും പറ്റില്ലല്ലോ. കഷ്ടകാലത്തിന് മഴ പെയ്യും. പാചകക്കാരനത്ര പാചകക്കാരൻ, ബാക്കിയുള്ളവന്റെ മാനവും പോയി. രണ്ടെണ്ണം കിട്ടിയാൽ കൊടുക്കണം, ചേപ്പയ്ക്ക് നോക്കി കൊടുക്കണം രണ്ടെണ്ണം. അടുക്കള മുഴുവൻ വൃത്തിയാക്കിയപ്പോ സമാധാനമായല്ലോ. വിശന്നിട്ടാണ് കണ്ണും കാണില്ല. നമുക്കേ ആ പാറുകുട്ടിയമ്മയുടെ വീട്ടിൽ പോയി വല്ലതും കഴിക്കാം. ദേവേട്ടാ, അതായിരിക്കും നമ്മുടെയൊക്കെ വയറിന് നല്ലത്. നമ്മൾ എത്ര പ്രാവശ്യം ഗീതയെ കുറ്റം പറഞ്ഞില്ലേടാ? ശരിയല്ലേ അവള് പറഞ്ഞത്? ഭർത്താക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ? ദേവേട്ടാ, മെല്ലെ പറ. ഇതെന്റെ ഭാര്യ കേട്ടാ ഉള്ള അടുക്കളപ്പണി മൊത്തം ഞാൻ ചെയ്യണ്ടേ. എന്നാ പിന്നെ പാറക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോയി വരാം. ആ പാറക്കുട്ടിയമ്മയുടെ ഭക്ഷണം, ആ ദോശയും ചട്നി, ആ പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ വായിൽ കൂടി വെള്ളം വരിക. ആ പ്രകൃതി, ആ മലയൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം. നമുക്ക് സമയം കളയണ്ട, വേഗം പോവാം. തല്ലി തകർക്കാനും നഷ്ടപ്പെട്ടു എന്ന് കരുതൊക്കെ വീണ്ടെടുക്കാനും സമയമായി. എനിക്ക് തടസ്സമായതൊന്നും എവിടെയും വേണ്ട. മുനിർക്ക, പോകാം. ദേവനാണെൻ്റെ ശത്രു. അടിച്ച് നിരത്തണം, തകർത്തെറിയണം. ഈ കത്തി അവൻ്റെ നെഞ്ചിലൂടെ കുത്തിയിറക്കണം. മുൻപിലെ ശത്രു നിസാരക്കാരനാണെങ്കിലും ലക്ഷ്യം അത്ര എളുപ്പത്തിൽ നേടാനാവാൻ തോന്നുന്നില്ല. എങ്കിലും മുൻപോട്ട് വെച്ച കാൽ പുറകോട്ട് വെക്കില്ല. പോകാം, ദേവന്റെ സമയമായിരിക്കുന്നു. അങ്ങനെ അവിവേകം ഒന്നും നീ കാണിക്കരുത്. ആ കുടുംബത്തിൻ്റെ സമാധാനം നീയായിട്ട് തകർക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. അത് പറയാൻ താനാരാ? ഓർമ്മയുണ്ടാവില്ല, നിനക്ക് ഒട്ടും ഓർമ്മയുണ്ടാവില്ല. 10 വർഷങ്ങൾക്ക് മുമ്പേ നീ ആദ്യമായി ഒരു കല്യാണം കഴിച്ചു, സിതാര. അവളെ നിസാര കാര്യങ്ങൾ പറഞ്ഞ് നീ അവളെ ഉപേക്ഷിച്ചു. അവളുടെ സ്വർണ്ണാഭരണം മുഴുവൻ നീ മോഷ്ടിച്ചുകൊണ്ട് എവിടെയൊക്കെയോ പോയി. നീ 2ാമതും 3ാമതും കല്യാണം കഴിച്ചു. ഓ, ഇപ്പൊ മനസ്സിലായി. സിത്താരയുടെ പൊന്നാങ്ങള. നിന്റെ കടയാണോ അത്? എങ്കിൽ കേട്ടോളൂ, ഈ സേതു ഒന്ന് മനസ്സ് വെച്ചാ അത് നടക്കും, ഇല്ലെങ്കിൽ നടത്തിയിരിക്കും. നീ ഒന്നും കൂടി നീ കേട്ടോ. നീ എത്ര തെമ്മാടിയാണെങ്കിലും എത്ര വ്യഭിചാരിയാണെങ്കിലും നിന്റെ ഒരു വിളിക്ക് വേണ്ടി എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിലവിടെ ഇരിപ്പുണ്ട്, നിന്നെയും കാത്ത്. അത് നീ ഓർത്തോ. വഴി തടയരുത്, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനും ശ്രമിക്കരുത്. എന്ത് നോക്കിക്കോളൂ, വരുന്നുണ്ട് എൻ്റെ കൂടെ. വാ, നിൽക്കണോ.
കേട്ടോ അമ്മേ, ഞാനിന്ന് ചിരിച്ചു ചത്തു. ഇവന്റെ ഒരു മുട്ടക്കറി ഉണ്ടാക്കല്. ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഒരു കലയല്ലേ മോനെ? ഓ തീർച്ചയായും ഇവനാണ് ഭക്ഷണം ഉണ്ടാക്കിയേ. ഇവൻ തന്നെ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയേ. അമ്മേ, അതിനെ അയ്യപ്പനെ പറയണം, അവന്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ സമ്മതിക്കണം അമ്മേ. അവൻ മിടുക്കനാ, എന്നും പണിക്ക് പോകും, അന്തസ്സായ കുടുംബം പുലർത്തുകയും ചെയ്യും. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അവന് സിനിമയിലെടുത്തെന്ന് കേട്ടത് ശരിയാണോ? നല്ല സ്വഭാവമാ, അവൻ രക്ഷപ്പെടട്ടെ. അതൊക്കെ തോന്നല. അവന് ലേശേ ജാട കൂടുതലുണ്ട്, അതൊക്കെ ഒരു തോന്നല അമ്മേ. അമ്മയുടെ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട് അല്ലേ രമേശ? ശരിയാ, നല്ല രുചിയാ. അമ്മയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഒരു ചെറിയ കടയിട്ടാലൊക്കെ നടക്കില്ലേ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല മോനെ, അതിനൊക്കെ കുറെ പണം വേണ്ടേ? അതിനുള്ള സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം. എന്താവശ്യമുണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാൽ മതി. ഇടയ്ക്കൊക്കെ വരണേ. ഇങ്ങനെയാണെങ്കിലേ എന്നും വരേണ്ടി വരുന്നാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഭക്ഷണം അവിടെ എത്തിക്കാം. അതൊന്നും സാരില്ലെന്നേ അമ്മേ. എന്തായാലും ഒരു നടത്തവുമാവുമല്ലോ. എന്തായാലും ഇവൻ കാരണേ ചിരിച്ച് ചത്തു. സാധാരണ ഇതിൽ പറയാ, ഒരുപാട് ചിരിച്ച കരയേണ്ടി വരുമെന്നാ. ദേവേട്ടാ ഇന്ന് കളിയാക്കിയതല്ലേ, ഒന്ന് കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ദേവേട്ടാ. ഇതിരിക്കട്ടെ കേട്ടോ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. ടൗണിൽ കൂടെ ഒന്ന് പോയി കറങ്ങണം. എൻ്റെ ഭാര്യ പിടങ്ങിപ്പോയത് നന്നായി. എന്തൊരു ഇരിപ്പാണിത് ദേവേട്ടാ. വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, വേഗം കുളിച്ചു വന്നേ പോയി. അത് കഴിഞ്ഞ് ദോശയും ചട്നിയും ചൂടോടെ കഴിക്കാം. ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് വന്നേ. വരുന്നു. ഇനിയും സമയം തരാനാവില്ല. നിന്റെ വീടിന് മുന്നിൽ നിന്നെയും കാത്തിരിക്കുകയാണ് ഞാൻ. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ നിനക്ക് ഇപ്പം ഇറങ്ങി വരാം. അവൾ വരുമോ? വരും. വരാതിരിക്കാൻ കഴിയില്ല അവൾക്ക്. കാത്തിരിപ്പ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ പരിപാടിയാണത്. എങ്കിലും ഈ കാത്തിരിപ്പിന് സുഖമുണ്ട് അല്ലേ മുനീർക്ക? ഒരു നാണവുമില്ലാതെ വലിയേറി വന്നപ്പോൾ എന്താ ഒരു സന്തോഷം. മുനീർക്ക, ജീവിതത്തിൽ അവസരങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോൾ അവയെ ഒരിക്കലും തട്ടി മാറ്റരുത്. ഇല്ലെങ്കിൽ എന്നെ പോലെ വെല്ലുവിളിച്ച് നടക്കേണ്ടി വരും. തുറക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഇതൊക്കെ ചവിട്ടി പൊളിക്കും. രമേശനോ? എവിടെ ഇരുന്നു എത്ര ദിവസം? നിനക്ക് ചെലവ് ചെയ്യണ്ടായി. നിന്റെ അഭിനയം ഉണ്ടല്ലോ, കലക്കി സംഭവം. പിന്നെ
ഗീത ചേച്ചി പടങ്ങിയിട്ട് വീട്ടിൽ പോയി. എന്റെ അഭിനയമോ? ഞാനെന്ത് അഭിനയിച്ചു? അന്ന് മുതൽ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെയാണ് ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയത്. നീ എന്ത് പൊട്ടത്തരാ പറയുന്നത്? ഗീതേർത്തിയെ ഫോൺ വിളിച്ച ബോയ് ഫ്രണ്ട് നീ അല്ലേ? ബോയ് ഫ്രണ്ടോ? ഞാനോ? സത്യമായിട്ടും ഞാനല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചോ? നിനക്ക് സമാധാനമായോ അതോ ഉള്ളത് കൂടെ പോയോ? ഗീതേർത്തിയാ? ഹലോ ഹലോ, ശരി ശരി ശരി, അവസാനം അത് സംഭവിച്ചു. ദേവേട്ടന്റെ വീട്ടിൽ അവൻ എത്തിയിരിക്കുന്നു. ഒന്നും ആലോചിക്കാനില്ല. ഒന്നും അറിയാത്ത ദേവനെ അവൻ സൂത്രത്തിൽ പിടികൂടും. ഈശ്വര, ദേവേട്ടനൊന്നും സംഭവിക്കരുത്. ഇനി നേരം വഴിയിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ദേവേട്ടന്റെ വീട്ടിലേക്ക് എത്തണം. എവിടുന്നാ? നിന്റെ ഭാര്യ ഗീത ഇല്ല ഇവിടെ? അവളെ കാണാൻ വന്നതാ. ഇല്ലല്ലോ. വേണ്ട, ഒളിച്ചുകളി എന്നോട് വേണ്ട. ഞാനിപ്പോ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. മര്യാദക്ക് അവളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ സ്റ്റേജ് പോലെ നീ അറിയും. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീയൊക്കെ കുറെ വാലട്ടിപ്പട്ടികളെ കണ്ടുണ്ടാവും. ഇതാള് വേറെയാ. കൊള്ളേണ്ടത് കൊള്ളാനും കൊടുക്കേണ്ടടുത്ത് ആവശ്യത്തിന് കൊടുക്കാനും ഈ ദേവന് ആരെയും ആവശ്യം വേണ്ട. ഇറങ്ങിപ്പോയിക്കോണം രണ്ടും എൻ്റെ മുമ്പിൽ നിന്നും. എന്റെ മേലിച്ചിരി ചളി പറ്റി, എന്നാലും സാരമില്ല. നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത നിന്നെയൊക്കെ ഒറ്റ കുത്തിരി കൊല്ലുകയാണ് വേണ്ടത്. എടോ, കുടുംബം എന്താണെന്ന് എനിക്കറിയാമോടാ? അതിനല്പം മനുഷ്യത്വം വേണം. മനസ്സിലായടാ? ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. അങ്ങനെ ജയിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല. നിന്റെ ചോര എന്റെ മുഖത്ത് തെളിച്ചു വീഴട്ടെ. തൊട്ടു പോവരുത്, മാറി നിക്കടാ അവിടുന്ന്. ദേവേട്ടാ, മാപ്പ്, എന്നോട് ക്ഷമിക്കണേ ദേവേട്ടാ. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, അതാ വേണ്ടത്. എന്തിനാ പോലീസ്? നമ്മക്ക് ഇവരെ കൈകാര്യം ചെയ്ത് വിട്ടാ പോരെ. ഇനി മേലെ ഇവര് ആരോടും ഇതുപോലെ വിളച്ചിലെടുക്കരുത്. കണ്ടില്ലേ കണ്ടെണ്ണം നിൽക്കുന്നത്?
നാണമില്ലേ ഇവർക്ക്? നീ ഒരു സൈക്കോ ക്രിമിനലാണ്. എന്ത് കിട്ടിയാലും തൃപ്തി വരാത്ത മനുഷ്യൻ. പക്ഷെ ഇതാള് വേറെയാ. കൊണ്ടും കൊടുത്തും തല്ലി തകർത്തും രക്തം കണ്ടും മാത്രമേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. അധികാരത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങൾ തല്ലി തകർക്കുന്ന കുറേ പേരുടെ കൂടെ ജയിലിൽ കഴിഞ്ഞതിൻ്റെ മുൻ അനുഭവമാവും ഇവിടെ ഞാൻ എൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ വരില്ല. ഇത് മാപ്പ്, ദേവ മാപ്പ്. നിന്നെയൊക്കെ വിശ്വസിക്കാൻ മാടാ. ഇനി ആർക്കെങ്കിലും ശല്യമായി എന്ന് കരുതിയാൽ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ? ദേവേട്ടാ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ തമ്മിൽ തെറ്റാൻ വേണ്ടി ഞാൻ ഈ മുരളിയെ ചെറിയൊരു പ്ലാൻ ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥ ഒരു വില്ലൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ നിനക്ക് പ്ലാൻ ഉണ്ടായിരുന്നോ? നന്നായി, അങ്ങനെ തന്നെ ചെയ്യണോടാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗീതാർത്ഥി, എന്നോട് ക്ഷമിക്കണം. കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ തകർന്നു പോകാനുള്ളതല്ല. ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. കേട്ടോടാ, നീ വിളിച്ച അന്ന് തന്നെ എന്നോട് ഇവിടെ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ നീ ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് നിനക്കുള്ള പാഠമാണ്, അനുഭവങ്ങളുടെ പാഠം. നിനക്ക് ബാക്കി 2 ഭാര്യമാരുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിലൊന്ന് ഒളിച്ചോടി. അത് നന്നായി. എന്തായാലും നീ ബാക്കിയൊരു ഭാര്യ ഉണ്ടല്ലോ, അവൾ വിളിച്ചോണ്ട് വാടാ. എന്നിട്ട് മനുഷ്യനായി ജീവിച്ച് കാണിച്ചു കൊടുക്ക്. എന്നെ പോലെ അല്ല ദേവേട്ടാ. പിന്നെ ഒരു കാര്യം, ഈ മാസം 10-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. 10-ാം വിവാഹ വാർഷികമാണ്. അന്ന് നീയും നിന്റെ ഭാര്യയും കുടുംബസമേതം അങ്ങ് വന്നേക്കണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഇതാ എല്ലാ ആഘോഷങ്ങൾക്കും എന്താ ചുക്കാൻ പിടിക്കാൻ എന്താ രമേശനുണ്ടാവും. എന്നാ അങ്ങ് ഉഷാറാക്കല്ലേ? ഓ ഇന്ന് ദേവനും കൂടി ഉണ്ടല്ലോ. എന്താ ഇന്ന് പ്രത്യേകത? ആ ടീച്ചറേ, ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ അതിഥി വന്നിട്ട് 3 വർഷം പൂർത്തിയായി. വർഷങ്ങൾ എത്ര വേഗം കടന്നു പോകുന്നല്ലേ, അറിയുന്നേ ഇല്ല സമയം പോകുന്നത്. അതെ അതെ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഒരു ദിവ്യ സന്യാസി വന്നതും ഞങ്ങൾക്ക് അനുഗ്രഹ വാക്കുകൾ ചൊരിഞ്ഞതും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവൻ കടന്നു വന്നതും എല്ലാം. ഇന്ന് ഇവൻ്റെ കളിച്ചിരികൾ കൊണ്ട് ഞങ്ങൾക്ക് സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല. വാരിത് ദേവനോ സുഖം തന്നെ അല്ലേ? സുഖമായിരിക്കുന്നു. ദേവേട്ടാ, ദാ ഞാൻ വീണ്ടും കണ്ടെത്തി. ആ അത്ഭുത സന്യാസി ദാ വരുന്നു. നമുക്ക് അദ്ദേഹത്തെ ഇത്തവണ എന്തായാലും വീട്ടിലേക്ക് ക്ഷണിക്കാം. ആഹാ, ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. എത്ര നാളായി ഞങ്ങൾ അങ്ങയെ അന്വേഷിച്ച് നടക്കുന്നു. ഇത് കണ്ടോ, ഞങ്ങളുടെ തങ്കക്കുടം. ഇന്നേക്ക് അവര് 3 വയസ്സാവുകയാണ്. ഇവിടെ പറഞ്ഞപ്പോ ഞാനൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. ഇന്ന് എന്തായാലും സ്വാമി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടേ പോകാവൂ. ഒരു അപേക്ഷയായി കരുതണം. ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഒരല്പം ആശ്വാസത്തിന് വേണ്ടി ആശുപത്രി വരാന്തകളിൽ കിടക്കുന്ന ആരോരുമില്ലാത്ത പാവങ്ങൾ. സമ്പന്നരുടെ കൊട്ടാരങ്ങളെക്കാളും അവരുടെ സുഖസൗകര്യങ്ങളെക്കാളും ഈശ്വരന് ഇഷ്ടം പാപങ്ങളുടെ നിഷ്കളങ്കമായ പുഞ്ചിരികളാണ്. എന്നെ കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വിശ്രമമില്ലാതെ ഞാൻ ഓടിയെത്താറുണ്ട്. ശരിക്കും അങ്ങ് ആരാണ്? ഞങ്ങളോടൊപ്പം ഇന്നൊരു ദിവസം ഇരുന്നുകൂടെ? അതെ, അങ്ങ് വരണം. വരില്ല എന്ന് മാത്രം പറയരുത്. എവിടെയൊക്കെയോ കണ്ട് പരിചയമുള്ള മുഖമാണല്ലോ അങ്ങയുടേത്. പാവപ്പെട്ടവരുടെ കുടിലുകൾ സന്ദർശിക്കൂ. അവരുടെ ഇടയിൽ നിങ്ങൾക്കെന്നെ കാണാം. നിത്യരോഗികളായി കഴിയുന്ന കോടാനുകോടി മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾക്കെന്നെ കാണാം. എത്ര വിഷമിപ്പിച്ചാലും പകരം ചോദിക്കാനാവാതെ മരിച്ചു വീഴുന്ന നിരപരാധികളുടെ ചോരയിൽ നിങ്ങൾക്കെന്നെ കാണാം.
മാത്രവുമല്ല, മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ ഒരു പുഞ്ചിരിയോടെ ഞാനുണ്ടാകും. ഞാൻ എന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: സ്നേഹം. സന്തോഷത്തോടെ ജീവിക്കുക, നന്മയുള്ളവരെ സ്നേഹിക്കുക. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? ഈ തങ്കക്കുടത്തിന്റെ 3ാമത് പിറന്നാളല്ലേ? മോനോടൊപ്പം എന്നും ഈശ്വരനുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈശ്വരൻ തുണയായിരിക്കും. എൻ്റെ എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ ലഭിക്കും. ഇതാ നിങ്ങൾക്ക് എൻ്റെ സമ്മാനം. എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. ഞാൻ ഈശ്വരനെ കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്നല്ലോ. എന്നാൽ നമുക്കിനി പോവാം. ഈ തിരക്കിനുള്ളിൽപ്പെട്ട് ജീവിക്കാൻ മറന്നവർക്കുള്ള മറുമരുന്നാണ് ഈശ്വരൻ. എന്നാൽ നമുക്ക് പോയേക്കാം. പോകാം. ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നമുക്ക് ഉത്സവമായി ആഘോഷിക്കാം. സന്തോഷമുള്ള കാര്യമില്ലേ? എന്നാ വാ മക്കളെ.